അപ്പോൾ അച്ഛൻ ഇന്ന് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ, അശുദ്ധിയിൽ, ഭിന്നതയിൽ, കലഹത്തിൽ, വ്യഭിചാര ചിന്തയിൽ, ദുർവൃത്തിയിലൊക്കെ കഴിയുന്ന മനുഷ്യൻ ആത്മാവിന്റെ വ്യാപാരങ്ങളിലേക്ക്, സ്നേഹത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സൗമ്യതയിലേക്ക്, ആനന്ദത്തിലേക്ക്, ആത്മസംയമനത്തിലേക്ക്, ക്ഷമയിലേക്ക്, ദയയിലേക്ക്, നന്മയിലേക്ക്, വിശ്വസ്തതയിലേക്ക്, ലാളിത്യത്തിലേക്ക്, അനുസരണയിലേക്ക്, ബ്രഹ്മചര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്, വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ബ്രഹ്മചാര്യത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന, മാറുന്ന ഒരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. കൈയടിച്ച് നന്ദി പറയാം. അനുസരിക്കാൻ തയ്യാറില്ലാത്തൊരു മനുഷ്യൻ അനുസരിക്കാൻ വ്രതമെടുക്കുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മ സ്നാനം. അഭിഷേകം അനുസരിക്കാൻ തയ്യാറാകുന്നതാണ് നിന്നിൽ കൊണ്ടുവരുന്ന രൂപാന്തരീകരണം. ഇനി മൂന്നാമതായിട്ട് നമുക്ക് എന്ത് കിട്ടുമെന്നല്ലേ ചോദിക്കുന്നത്. നമുക്ക് കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞ് സ്വരവരത്തിൽ പറഞ്ഞ ഒന്ന് ഭൗമിക മനുഷ്യൻ ആത്മീയ മനുഷ്യനായി മാറുന്നു. അച്ഛൻ ചോദിക്കട്ടെ, നമുക്ക് ആത്മീയ മനുഷ്യരാകണോ? കണ്ട പലർക്കും ആവണ്ട, സ്വരമൊന്നുമില്ല. ഞങ്ങൾക്ക് അച്ഛ ഈ ആത്മീയ മനുഷ്യരാവേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ജർമ്മൻ പരീക്ഷ പാസ്സായാൽ മതി. ഇപ്പൊ ഒയിറ്റിക്കാരില്ലാണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾക്ക് വിദേശത്ത് ജോലി കിട്ടിയാൽ മതി. ഞങ്ങൾ ആത്മീയ മനുഷ്യരാകണമോ? ഇത്രയും സ്വരം പോരാ, എല്ലാവരും പറഞ്ഞോ ആത്മീയ മനുഷ്യരാകണോ? ഓക്കെ, കൈയടിച്ച് കർത്താവിന്. അപ്പോൾ ഭൗതിക മനുഷ്യനെ ആത്മീയ മനുഷ്യനാക്കി മാറ്റുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാ സ്നാനം. രണ്ടാമതായി ജഡികാഭിലാഷങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ ആത്മീയ അഭിലാഷങ്ങളിലേക്ക് വഴി നടത്തുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും ചോദ്യം, നിങ്ങൾക്ക് ആത്മാവിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കണോ? ജഡത്തിന്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ മതിയോ? ഇപ്പോ തല്ലുപിടിക്കുന്നത് പോലെ തല്ലുപിടിച്ചാൽ മതിയോ? കുറച്ചും കൂടി നന്നായിട്ട് തല്ലുപിടിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് രണ്ട്. മൂന്ന്, തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന മനുഷ്യനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനായി രൂപാന്തരപ്പെടുത്തുന്ന അഭിഷേകമാണ്